സാധാരണക്കാരിൽ സാധാരണക്കാരാക്കിയത് നമ്മളല്ല. കേട്ടോളൂ, ഞാൻ നിങ്ങളോട് വായിച്ചു കേൾപ്പിക്കട്ടെ. ഉന്നതങ്ങളിൽ ഗിരിപ്രഭാഷണം നടത്തി അഹന്തതയുമായി നടക്കുന്നവരായിരുന്നില്ല തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി കേട്ടോളൂ, സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാകൂ. സാധാരണക്കാരിൽ സാധാരണക്കാരനായേ തിരുനബിയെ നമുക്ക് ദർശിക്കാനാവൂ. ഇത് മുജാഹിദുകൾ റസൂലുള്ളാഹിനെ കൊച്ചാക്കുന്നു, റസൂലുള്ളാഹിനെ സാധാരണക്കാരനാക്കുന്നു, റസൂലുള്ളാഹിനെ തെറി വിളിക്കുന്നു, റസൂലുള്ളാഹിനെ കാളയാക്കുന്നു എന്ന് പ്രസംഗിച്ച പേരോട് മുസ്ലിയാർക്ക് നിഷേധിക്കാൻ കഴിയുമോ? നിങ്ങളുടെ പ്രസിദ്ധീകരണത്തിൽ വന്നതാണിത്. അല്ലാഹുവിന്റെ റസൂല് സാധാരണക്കാരിൽ സാധാരണക്കാരനായേ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂ എന്ന ഒരു വരി പോലും മുജാഹിദുകൾ എഴുതിയിട്ടില്ല. നിങ്ങൾ തലയും വാലും മുറിച്ചുകൊണ്ട് അവതരിപ്പിക്കുന്നു. ഉസ്മാൻ ഡോക്ടറുടെ ഒരു ലേഖനം നിങ്ങൾ മുജാഹിദുകളുടെ വാരികയിൽ നിന്ന് ഉദ്ധരിക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന് സാധാരണക്കാരന്റെ കാഴ്ചയേ ഉണ്ടായിരുന്നുള്ളൂ, സാധാരണക്കാരന്റെ കേൾവിയേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എന്തേ നിങ്ങൾ വായിക്കാതെ വിട്ടുപോയി? റസൂലുള്ളാഹിക്ക് സാധാരണക്കാരന്റെ കാഴ്ചയും കേൾവിയുമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചില്ലേ? റസൂലുള്ള ജിബ്രീലിനെ കണ്ടിട്ടില്ല എന്നാണ് മുജാഹിദിന്റെ വിശ്വാസം. റസൂൽ ഖുർആൻ റസൂലുള്ളാഹിക്ക് ഇറങ്ങിയിട്ടില്ല എന്നല്ലേ വിശ്വാസം. അങ്ങനെ ഒരു വിശ്വാസം മുജാഹിദുകൾക്കില്ല. അത് കെട്ടിച്ചമക്കുന്നതാണ്. ആ ലേഖനം മുഴുവൻ വായിക്കുമ്പോൾ കൃത്യമായിട്ടത് മനസ്സിലാകുമല്ലോ. ഈ നിലക്ക് എൻ്റെ ബഹുമാന്യരായ ശ്രോതാക്കളോട് പറയട്ടെ, അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആ റസൂലുള്ളാഹിക്കെതിരെ മനസ്സറിഞ്ഞുകൊണ്ട് നിന്ദയുടെ ഒരു വാക്കുപോലും പറയുന്നവരല്ല സലഫികൾ. മുജാഹിദുകൾ അത് പറയുന്നവരല്ല. കുട്ടികളെ അവരത് പഠിപ്പിക്കുന്നുമില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തോടുള്ള മഹബത്ത് വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തികളിൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും നിങ്ങളുടെ നേതാവ് ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസനത്തുൻ ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിറ വദക്കറല്ലാഹ കസീറാ